ചാനലുകാർ വീഡിയോ ഒക്കെ വിടുന്ന യൂട്യൂബർമാർ ഇവർക്കൊന്നും ഇതിന്റെ സങ്കടം അറിയില്ല, വിഷമം അറിയില്ല. അച്ചായൻ്റെ സ്വന്തം പൈസ എടുത്താണ് അച്ചായൻ സഹായിക്കുന്നത്. ആരോടും പോയി ചോദിക്കുന്നില്ല, ചോദിച്ച് മേടിക്കുന്നില്ല, ആരുടെ അടുത്ത് പോയിട്ട് ഇനി സഹായിക്കണമെന്ന് പറയുന്നില്ല. അച്ചായൻ്റെ സ്വന്തം കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്ന അച്ചായൻ ബുദ്ധിമുട്ടറിഞ്ഞ് തന്നെയാണ് ജീവിക്കുന്നത്. ആ ജീവിതം ശരിക്കും അച്ചായൻ അറിയാവുന്നതാണ്. അച്ചായൻ ഈ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങളെയൊക്കെ തേടി അച്ചായൻ വരുന്നത്. ആ സഹായവും ആ വലിയ മനസ്സ് എന്നും അച്ചായ ഉണ്ട്, മുന്നോട്ട് തന്നെ തുടർന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം തരുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അച്ചായനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. എന്റെ സൗണ്ട് ഇതുവരെ ക്ലിയർ ആയില്ല. ഞാൻ ഇന്ന് വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാൽ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതിന് എന്ത് വന്നാലും കുഴപ്പമില്ല, ചിലയിടയ്ക്ക് ചുമയൊക്കെ വരും, കുഴപ്പമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അച്ചായന് വേണ്ടി നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. അച്ചായനെ താഴ്ത്തിക്കെട്ടാനും അച്ചായൻ ചെയ്യുന്ന ചാരിറ്റികളെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാനും അച്ചായൻ മറ്റുള്ളവരെ സഹായിക്കുന്നത് നിർത്തിക്കളയാനുമായിട്ട് കാറിന്റെ ഉള്ളിലിരുന്ന് കൊണയടിച്ചുകൊണ്ട് ഒരുത്തിന് ഇറങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ വേറെ ഏതൊക്കെയോ വോയിസുകൾ കൊണ്ടുവരുമെന്ന് പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് കുറെ യൂട്യൂബർമാർ അതെടുത്ത് ചെയ്ത് എങ്ങനെയെങ്കിലും അച്ചായനെ നശിപ്പിക്കണം. എത്ര പാവങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. ഇതൊന്നും ഇവന്മാർക്കറിയില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കാശെടുത്ത് അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇവന്മാർക്ക് പിടിക്കുന്നില്ല. ഉടനെ ഇവന്മാർ ഇടിയം കൊണ്ട് അന്വേഷിച്ച് അത് എവിടുന്ന് വരുന്ന കാശ്, അങ്ങനെയൊക്കെ ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പലരും ഇദ്ദേഹത്തിന്റെ ഒരു സഹായം കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടെന്ന്. ഇപ്പോഴിതാ അദ്ദേഹം ഒരു നല്ലൊരു വാർത്തയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ചാരിറ്റി നിർത്തുന്നില്ല, ചാരിറ്റി തുടങ്ങുകയാണ്. നിരവധി ആൾക്കാർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരുന്നുവെന്നും മെസ്സേജ് അയക്കുന്നുവെന്നും അദ്ദേഹം നിർത്തരുതെന്ന് പറയുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, അദ്ദേഹം ഒരു കുട്ടിയെ സഹായിക്കാനായിട്ട് പൈസ കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അദ്ദേഹം ചാരിറ്റി തുടങ്ങുകയാണ്, അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. സത്യം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് സന്തോഷം തോന്നി. അത് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥയും അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടവും തോന്നുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കാറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കൊണയടിച്ചുകൊണ്ട് കിട്ടുന്ന കാശ് ഞമ്മടിച്ച് നിൽക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും കേട്ടുപോയി. എന്റെ അവസ്ഥ ഞാൻ പറയുകയാണ്. എന്റെ മോനിപ്പം 8 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. ഞങ്ങൾക്ക് ആശുപത്രി പോകാൻ പോലും ഞങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് മേടിക്കാനോ പോകാനോ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു വാടകയ്ക്കാണ് കിടക്കുന്നത്. വാടക വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി പോകാൻ പറയുകയാണ്. കാരണം ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾ പോവാണെങ്കിൽ നടു റോഡിലേക്ക് വേണം പോകാൻ. ഞങ്ങൾക്ക് ഒരു വീടില്ല. നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ ഇത് അറിയണം, കേൾക്കണം. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ ചതി ഉണ്ടല്ലോ, ഈ പാവപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാരോട് നിങ്ങൾ ഈ ചതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വരുന്ന മെസ്സേജുകൾ, കോളുകൾ, പല ജില്ലകളിൽ നിന്ന് എന്നെ കാണാൻ വരുന്നവർ, ഇതിൽ നിന്നല്ല എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നെ ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നെയും കാത്ത് അമ്മമാരും കുട്ടികളും സഹോദരിമാരും പല കുടിലുകളിലും കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് അവരുടെ അടുത്തേക്ക് പോയേ മതിയാവും. ഏതായാലും ഇത്രയും സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചാരിറ്റി തുടരുവാണ്. പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന് കാരണക്കാരൻ. കാരണം അച്ചായനെ പോലെയുള്ള ഒരു മനുഷ്യൻ ചാരിറ്റി നിർത്തിക്കഴിഞ്ഞാൽ എന്റെ വീഡിയോയിൽ കമന്റ് ഇടുന്ന എല്ലാവർക്കും സഹായം കിട്ടണമെന്നില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നു അദ്ദേഹം ചാരിറ്റി നിർത്തിയാൽ എത്രയോ പാവങ്ങൾക്കാണ് അത് ഇല്ലാണ്ട് പോകുന്നത് എന്ന്. നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ആഗ്രഹിച്ചു അദ്ദേഹം ചാരിറ്റി നിർത്തരുതെന്ന്. ഞാൻ സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ അതുപോലെ ആഗ്രഹിച്ചിട്ടൊരു വ്യക്തിയാണ്. നമ്മളെ കൊണ്ടൊന്നും ഒത്തിരി ഒന്നും സഹായിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്. ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കണം. അദ്ദേഹം എങ്ങനെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചിലപ്പം എന്താ പറയുക, പല പരാജയങ്ങളോ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം കിട്ടുന്ന പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കാണിക്കുന്ന ആ ഒരു മനസ്സിനെ നമ്മളെപ്പോഴും ചേർത്ത് പിടിച്ചേ പറ്റത്തുള്ളൂ. കാരണം എത്രയോ ആൾക്കാര് ഒരാൾ വന്നൊന്ന് സഹായിക്കണമെന്ന് കാത്തിരിക്കുന്നവരുണ്ടാവും എന്നറിയാമോ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തീരുമാനമെടുത്തതിനോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇതേക്കുറിച്ച് കുറെ വീഡിയോ ചെയ്തവനെന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിനെല്ലാം കാരണക്കാരാരെന്നറിയാമോ? പ്രേക്ഷകരാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരും എന്നെ പോലെ വീഡിയോ ഇടുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നിങ്ങൾ അതിനകത്ത് ഇടുന്ന ഓരോ കമന്റും, ഈ പറയുന്ന അച്ചായനെ പോയി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇടുന്നതും ഒക്കെ അദ്ദേഹത്തിന് അതിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു എനർജി കിട്ടി എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്റെ ഒരു സല്യൂട്ട്. ഓക്കെ, ബാക്കി കേൾക്കാം.
ഇതാണ് എന്റെ പ്രശ്നം അവസ്ഥ. അല്ലേ? കാഴ്ചയില്ല, അവന് സംസാരിക്കില്ല. ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറയാൻ കാരണം ഇപ്പം ഈ കുട്ടി ഇപ്പൊ 3 മക്കളാണ്, ഇത് ഏറ്റവും ഇളയ ആളാണ്. ഇതാണ് ഇപ്പൊ മോനിപ്പോ കാഴ്ചയില്ല, സംസാരിക്കില്ല, കെട്ടിയിട്ടേക്ക. കാരണം അവന് തലയിടിച്ച് വീഴുക. കണ്ടില്ലേ എന്റെ മുമ്പിൽ ആ കൊച്ച് അനങ്ങാതെ പോലും നിൽക്കുന്നത്? ഇത്രയും നേരം വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന ആ കുഞ്ഞ് എന്റെ നെഞ്ചത്ത് കിടക്കുമ്പോ വഴക്കുണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ. 2 കണ്ണ് കാണത്തില്ല ഈ കുഞ്ഞിന്. അതുപോലെയുള്ള ഈ കൊച്ചിനെ അന്വേഷിച്ച് ഞാൻ വന്നില്ലേ പിന്നെ ആരാ വരാനുള്ളത്? എനിക്കൊരു പ്രശ്നം വന്നപ്പോ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്റെ ഒപ്പം നിന്നതാ. എനിക്ക് മനസ്സിലായി അവരെന്താ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന്. ഇത്രയും ചെയ്ത നന്മകളുടെ വില എന്താണെന്ന് എനിക്ക് ഇത്രയും കാലം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നപ്പം ഇത്രയും നല്ല കാര്യം ചെയ്ത് ഞാൻ വെറുതെ ആയില്ലല്ലോ എന്നൊരു തോന്നല്. ഒരിക്കലും വെറുതെ ആയില്ല, ഒരിക്കലും വെറുതെ ആയിട്ടില്ല അച്ചായ. അച്ചായൻ ചെയ്ത നന്മ പ്രവർത്തികൾ ദൈവം കാണുന്നുണ്ട്. ദൈവത്തിനറിയാം ദൈവം നല്ലതേ തരും. കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന ഓരോരുത്തരുണ്ട്. ഇവിടെ ആ കുഞ്ഞിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം വെക്കാൻ പോലും ഇല്ല. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും അവർ പോലും വരുത്തില്ല, കാരണം കാശ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെ അവർ കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. 2 പിള്ളേരാണ്. ആ കുഞ്ഞിന് കൊച്ചിന് തൊട്ടേ അസുഖമാണ്. ഇത്രയും വയസ്സായിട്ടും ഇന്നും ആ കുഞ്ഞിന് അരച്ചാണ് കൊടുക്കുന്നത്. ജനിച്ച അന്നത്തെ ആ ഒരു ലെവലിലാണ് ആ കുഞ്ഞുള്ളത്. ആ അമ്മയും ആ അച്ഛനും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളവും അവർക്ക് കിട്ടുന്ന വരുമാനവും എല്ലാം ആ കുഞ്ഞിന് വേണ്ടി ചെലവാക്കുകയാണ്. അവർക്ക് അരി മേടിക്കാൻ പോലും കാശില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർക്കൊക്കെ ഈ അച്ചായനെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യട്ടെ. ഇത് നശിപ്പിക്കാതിരിക്കൂ. കുറെ യന്ത്രവന്മാർ ഇറങ്ങുന്നുണ്ട്. ഇവന്മാരോ ഒന്ന് എടാ നീയൊന്നും കൊടുക്കത്തുമില്ല, മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കത്തുമില്ല. അങ്ങനത്തെ കുറെ ജന്തുക്കളാണ്. നിനക്കൊക്കെ ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല. സത്യം ഇതൊന്ന് ശരിയായിക്കോട്ടെ, ഞാൻ തരാം. ഞങ്ങൾ 2 ദിവസം ഇറക്കി വിടുന്നു വന്ന് വാടകയ്ക്ക് കൊടുക്കാൻ വരില്ല, ഒരു നേരത്തേക്ക് ഭക്ഷണം വരില്ല. എനിക്ക് ഭക്ഷണം വരെ കഴിക്കാനില്ലേ? ഇതാണ് നിങ്ങളുടെ അടുക്കള അല്ലേ? ഒന്നുമില്ല, കരയണ്ടേ? ഇതിപ്പോ ഇവനെ മാസം ചികിത്സയ്ക്ക് പോകണം, എല്ലാ മാസം പോകണം. ഞങ്ങൾക്ക് പൈസ ഇല്ല, ഈ മാസം പോയില്ല, മുടങ്ങി നിൽക്കുകയാണ്. ഡെയിലി പോകാൻ ഓട്ടോറിക്ഷക്കാർ പോലും വിളിച്ച വരില്ല, കാരണം ഞങ്ങൾ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട്. പൈസ കൊടുക്കാത്തതുകൊണ്ട് ഓട്ടോറിക്ഷക്കാരും വരില്ല എന്ന് പറഞ്ഞു. കഴിക്കാന്ന് പറഞ്ഞാൽ അരി തീർന്നു. സത്യം പറയാലോ, അരി അരി വാങ്ങാൻ പോകണം അച്ചായ. എത്ര നാളെ എല്ലാവരുടെ അടുത്ത് പോയി യാചിക്കും അല്ലേ? ഇവനിപ്പോ എന്താന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കുകയല്ല, അരച്ചു കൊടുക്കണം. തന്നെ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഉണ്ടായ കുഞ്ഞിനെ പോലെയാണ് ഇപ്പോഴും. ഭക്ഷണം പോയി ചുവന്നാൽ ഒരു ഇറച്ചിയും മീനും പോലും ഞങ്ങളെ പോലെ പാവങ്ങൾ അച്ചായന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെ ഈ ഒരു മോനെ പോലെ കണ്ടില്ല, ദുരിതങ്ങളായിട്ട് കഷ്ടത അനുഭവിച്ച്. ഒരിക്കലും ആരെന്ത് പറഞ്ഞോട്ടെ, ഈ പറയുന്ന ഈ ചാനലുകാർ വീഡിയോ ഒക്കെ വിടുന്ന യൂട്യൂബർമാർ, ഇവർക്കൊന്നും ഇതിന്റെ സങ്കടം അറിയില്ല, വിഷമം അറിയില്ല. അച്ചായൻ്റെ സ്വന്തം പൈസ എടുത്താണ് അച്ചായൻ സഹായിക്കുന്നത്. ആരോടും പോയി ചോദിക്കുന്നില്ല, ചോദിച്ച് മേടിക്കുന്നില്ല, ആരുടെ അടുത്ത് പോയിട്ട് ഇനി സഹായിക്കണമെന്ന് പറയുന്നില്ല. അച്ചായന് സ്വന്തം കഷ്ടപ്പാടിൽ നിന്ന് കിട്ടുന്ന ആ അച്ചായൻ ബുദ്ധിമുട്ടറിഞ്ഞ് തന്നെയാണ് ജീവിക്കുന്നത്. ആ ജീവിതം ശരിക്കും അച്ചായൻ അറിയാവുന്നതാണ്. അച്ചായൻ ഈ പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങളെയൊക്കെ തേടി അച്ചായൻ വരുന്നത്. ആ സഹായവും ആ വലിയ മനസ്സ് എന്നും അച്ചായ ഉണ്ട്, മുന്നോട്ട് തന്നെ തുടർന്നു. അവിടെ ആ മനുഷ്യൻ പറഞ്ഞു കേട്ടോ, ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ വേദനകൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ് അച്ചായൻ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നതെന്ന്. സത്യമല്ലേ? അവിടെ അദ്ദേഹത്തിനറിയാം എന്നെ പോലെ നിരവധി ആൾക്കാർ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും നിർത്തരുത്. പറയുന്നവർ പറഞ്ഞോട്ടെ, അവന്മാർക്ക് എന്താണ്, അവന്മാർ പറയട്ടെ, അവന്മാരെ കൊണ്ട് ഒരു പ്രയോജനം പോലും നാട്ടുകാർക്ക്. എന്നാൽ ടോണിച്ചായനെ കൊണ്ട് അങ്ങനെയല്ല. ടോണിച്ചായനെ ജനങ്ങൾക്ക് വേണം, സഹായം ആവശ്യമുള്ളവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചാരിറ്റി നിർത്തരുത്, മുന്നോട്ട് തന്നെ പോകണമെന്നാണ് അദ്ദേഹവും പറയുന്നത്. അദ്ദേഹത്തിനറിയാം ഇന്ന് അദ്ദേഹത്തിന്റെ കുഞ്ഞിന് സഹായം കിട്ടിയെങ്കിൽ നാളെ മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ സഹായം കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ നിർത്താൻ, അല്ലെങ്കിൽ അങ്ങ് അടിച്ച് താഴ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില യൂട്യൂബർമാര് ചിലരെന്ന് പറയുമ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരുത്തനുണ്ട്. കാറിൻ്റെ അകത്തിരുന്ന് കൊണയടിക്കുന്നവൻ, സീക്രട്ട് ഏജന്റ്. ഇവനാണ് ഇതിൻ്റെ അകത്ത്. ഇവൻ എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന് അദ്ദേഹത്തെ നശിപ്പിക്കണം, അതാണ് അവന്റെ ഒരിത്. അതിനുവേണ്ടിയാണ് അവൻ മുന്നോട്ടിറങ്ങി വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെ വീഡിയോകളാണ് അവൻ. പിന്നെ അവനെ കണക്ക് ബോധിപ്പിക്കണം പോലും. അവൻ ആരാ? അവനെ കണക്ക് ബോധിപ്പിക്കണം. പിന്നെ 39 വീടിന്റെ കണക്ക് എന്നെ ബോധിപ്പിക്കാനാണ് അവൻ പറഞ്ഞത്. അവൻ ആരാന്നറിയാമോ? അവനെ കണക്ക് ബോധിപ്പിക്കും. ഓക്കെ, ബാക്കി കേട്ടു. 5 ലക്ഷം രൂപ വേണമെന്ന് പറയണേ. 5 ലക്ഷം രൂപ വേണമെന്നാണ് കൊച്ചിന്റെ ട്രീറ്റ്മെന്റിന് പറയുന്നത്. അത് കൂടുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെയുള്ള കുടുംബത്തെ തേടിയെത്താൻ നിങ്ങൾക്കൊന്നും പറ്റില്ല. ഇതുപോലെയുള്ള കുടുംബത്തെ തേടിയെത്തണമെങ്കിൽ നല്ല മനസ്സ് വേണം.
അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം, മനസ്സിൽ നിന്ന്. അത് എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഏകദേശം 5 ലക്ഷം രൂപയോളം ട്രീറ്റ്മെന്റിന് വരും അല്ലേ? ഇത് പിടിക്കുക, ഈ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നടത്തുക. ഓക്കെ, ഒരമ്മയ്ക്ക് മാത്രമേ അല്ലെങ്കിൽ ഒരു അപ്പന് മാത്രമേ ഒരു കുഞ്ഞിന്റെ വിഷമം അറിയത്തുള്ളൂ. കുറ്റം പറയുന്നവർക്ക് അറിയില്ല. ഈ കുഞ്ഞുങ്ങളെ തേടി ഞാൻ വരണ്ടേ? ഈ ചാരിറ്റി നിർത്താൻ പറ്റുമോ എനിക്ക്? ഈ പാവങ്ങളെ ആര് സഹായിക്കാനുണ്ട്? അപ്പൊ എനിക്ക് വരണം, ഇനിയും ചെയ്യണം അല്ലേ ചേച്ചി? എനിക്ക് എന്താ പറയുന്നത് അറിയില്ല. പോവും, ഉറപ്പായിട്ടും പോവും. ഓക്കെ ഓക്കെ. അതെ അച്ചായ, അച്ചായൻ ചാരിറ്റി നിർത്താതെ മുന്നോട്ട് തന്നെ പോകണം. ഇതുപോലെയുള്ള നിരവധി ആൾക്കാർ അച്ചായനെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ വീഡിയോ കാണുന്ന ആൾക്കാര്, എത്രയോ ആൾക്കാർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാമോ? അച്ചായ നിർത്തരുത്. നാളെ ഈ കമന്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല അച്ചായ അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതുമൂലം, അതായത് അച്ചായന്റെ ഈ പറയുന്ന ചാരിറ്റി മൂലം നാളെ ആർക്കെങ്കിലും ഒരു സഹായം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ വന്ന് കമന്റ് ഇടുന്നതും അവർ അച്ചായനെ ചേർത്ത് പിടിക്കുന്നതും. അതുകൊണ്ട് തന്നെ അച്ചായൻ ചാരിറ്റി നിർത്തരുത്, മുന്നോട്ട് പോകണം. ഇവരെ പോലെയുള്ള നിരവധി ആൾക്കാരെ അച്ചായൻ ചേർത്ത് പിടിക്കണം. നമ്മളെ കൊണ്ടൊന്നും അത്രയൊന്നും കഴിയില്ല അച്ചായ. അപ്പം അച്ചായന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, അച്ചായന്റെ ആ ഒരു നല്ല മനസ്സിൽ കിട്ടുന്ന കുടുംബസ്വത്തിൽ നിന്നായാലും അദ്ദേഹം കൂടുതൽ സമ്പാദിച്ച് കോടികൾ ഉണ്ടാക്കി ജീവിക്കാനായിട്ട് അദ്ദേഹം ഒരിക്കലും അതിന് തയ്യാറാകുന്നില്ല. അതിന് പകരം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക്, അതോടൊപ്പം തന്നെ ടോണിച്ചാനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ നല്ലൊരു സല്യൂട്ട് ഞാൻ തരികയാണ്. കാരണം നിങ്ങളാണ് എല്ലാത്തിനും കാരണം. നിങ്ങളാണ് അദ്ദേഹത്തെ കൊണ്ട് തിരിച്ച് ഈ ഒരു ചാരിറ്റിയിലേക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവന്നത്. അതിന് നിങ്ങളോട് ഓരോരുത്തരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല, എനിക്ക് പറ്റാത്തോണ്ടാകട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നല്ല രീതിയിൽ തന്നെ പറയും. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.